ഞാനിന്ന് തേങ്ങ അരച്ച് ചേർക്കാത്ത വെണ്ടയ്ക്ക സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായി 1/2 കപ്പ് തുവരപ്പരിപ്പ്, 15 ചെറിയ ഉള്ളിയും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ 7 വെണ്ടക്ക, 1 തക്കാളി, 3 പച്ചമുളകുമാണ് എടുത്തത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടി എടുത്തു വെക്കണം. ഇനി വെണ്ടക്കയുടെ അറ്റങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഓരോ വെണ്ടക്കയും 3ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം വെണ്ടക്ക മുറിച്ചത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി പരിപ്പും പച്ചമുളകും ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി കഴുകി എടുത്ത ശേഷം വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയത്, കൂടെ ചെറിയ ഉള്ളി, തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വേവാനുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നാൽ മതി. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പൊക്കെ ചെറുതായി ഒന്ന് ഉടഞ്ഞോട്ടെ. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ച വെണ്ടക്ക കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ചേർത്ത ശേഷം കറി ഒന്ന് തിളക്കണം. ഒരു 3 മിനിറ്റ് തിളച്ചാൽ മതി. കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം പാകത്തിലാക്കി തിളപ്പിച്ച് കറി വാങ്ങി വെക്കാം. ആവശ്യത്തിന് കറി ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി വറവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും 3 വറ്റൽമുളകും മുറിച്ചിടാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇടാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കറിയിലേക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ല രുചിയുള്ള ഒരു കറിയാണിത്.